Welcome, my dear friends. How are you? Let's get familiar with a summary of the story A Very Old Man with Enormous Wings today. ഇന്ന് നമുക്ക് A Very Old Man with Enormous Wings എന്ന കഥയുടെ സംഗ്രഹം പരിചയപ്പെടാം. A Very Old Man with Enormous Wings is a short story written by Gabriel Garcia Marquez, a Colombian writer who is well known for his use of magical realism. A Very Old Man with Enormous Wings എന്നത് കൊളംബിയൻ നോവലിസ്റ്റും 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്തരായ എഴുത്തുകാരിൽ ഒരാളുമായ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ ഒരു ചെറുകഥയാണ്. അദ്ദേഹത്തിന്റെ രചനാശൈലിയിലെ പ്രത്യേകത ആയ മാജിക്കൽ റിയലിസത്തിന് അദ്ദേഹം പ്രശസ്തനാണ്. The story beautifully blends magical elements with realistic settings and events, creating a sense of wonder and mystery. ഈ കഥ യാഥാർത്ഥ്യവും മാന്ത്രികതയും അത്ഭുതവും ഒക്കെ ചേർന്ന ഒരു ലോകം സൃഷ്ടിക്കുന്നു. In the afternoon with little sunlight, Pelayo and his wife Elisenda saw a weak old man with large wings in their courtyard. വെളിച്ചം കുറവായിട്ടുള്ള ഒരു ഉച്ച സമയത്ത് പെലായോയും അദ്ദേഹത്തിന്റെ ഭാര്യ എലിസെന്റയും അവരുടെ വീട്ടുമുറ്റത്ത് വലിയ ചിറകുള്ള ദുർബലനായ ഒരു വയസ്സനെ കാണുന്നു. The man was dressed like a rag picker. ആ മനുഷ്യൻ പഴയ വസ്ത്രങ്ങളും പഴയ വസ്തുക്കളും ഒക്കെ ശേഖരിക്കുന്ന ഒരാളെ പോലെ കാണപ്പെട്ടു. There were only a few faded hairs left on his bald skull and very few teeth in his mouth. അദ്ദേഹത്തിന്റെ തലയിൽ കുറച്ച് മങ്ങിയ മുടികളും വായിൽ വളരെ കുറച്ച് പല്ലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. His pitiful condition seemed that of a drenched great grandfather. അദ്ദേഹത്തിന്റെ ദയനീയമായ അവസ്ഥ മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഒരു അപ്പൂപ്പനെ പോലെ തോന്നിപ്പിച്ചു. This took away any sense of grandeur he might have had. ഇത് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നേക്കാവുന്ന മഹത്വം മുഴുവൻ ഇല്ലാതാക്കി. His huge buzzard wings, dirty and half plucked, were entangled in the mud. അദ്ദേഹത്തിന്റെ അഴുക്കുള്ളതും പകുതി പറിച്ചു മാറ്റപ്പെട്ടതുമായ വലിയ ചിറകുകൾ ചെളിയിൽ പൂണ്ടു കിടക്കുകയായിരുന്നു. He spoke in an incomprehensible dialect with a strong sailor's voice. അദ്ദേഹം ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ ഒരു ശക്തമായ നാവികന്റെ ശബ്ദത്തിൽ സംസാരിച്ചു. Though he had huge wings, he did not appear majestic or divine. Rather, he looked pathetic and weak. അദ്ദേഹത്തിന് വലിയ ചിറകുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു ദിവ്യനായോ അത്ഭുത സിദ്ധിയുള്ള ആളായോ തോന്നിയിരുന്നില്ല. പകരം ദയനീയവും ദുർബലവുമായ രീതിയിലാണ് അദ്ദേഹം കാണപ്പെട്ടത്. Pelayo and Elisenda were initially frightened, but later, on the advice of a neighbor woman, they believed that he was an angel who came for their sick child. പെലായോയ്ക്കും ഭാര്യ എലിസെന്റയ്ക്കും ആ വൃദ്ധനെ കണ്ടപ്പോൾ ആദ്യം ഭയമാണ് തോന്നിയത്. പക്ഷേ അവരുടെ അയൽവാസിയായ ഒരു സ്ത്രീയുടെ അഭിപ്രായം കേട്ട ശേഷം വലിയ ചിറകുകളുള്ള ആ വൃദ്ധൻ അവരുടെ രോഗിയായ കുട്ടിക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു ദൈവദൂതനാണ് എന്ന് അവർ കരുതാൻ തുടങ്ങി. Interestingly, after the old man arrived, their child began to recover, which added to the belief in his supernatural power. വിഷയമെന്നോണം ആ വൃദ്ധനായ മനുഷ്യൻ അവിടെ വന്ന ശേഷം അവരുടെ രോഗിയായ കുഞ്ഞ് സുഖപ്പെടാൻ തുടങ്ങി. ഇത് ആ വൃദ്ധനിൽ ദിവ്യശക്തിയുണ്ടെന്ന് വിശ്വസിക്കാനുള്ള കാരണമായി. The news spread quickly and people from nearby towns and villages began to visit the old man, hoping to be cured of their ailments. ഈ വാർത്ത വേഗത്തിൽ പരന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം ലഭിക്കുവാനായി ആ വൃദ്ധനെ കാണാൻ വന്നു. However, instead of treating him with respect, people treated him like a circus attraction. എന്നാൽ അദ്ദേഹത്തെ ആദരവോടെ കാണുന്നതിന് പകരം ആളുകൾ അദ്ദേഹത്തെ ഒരു കാഴ്ച വസ്തുവായി കാണാൻ തുടങ്ങി. Pelayo and Elisenda took advantage of the situation by charging money from visitors to see the old man. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പെലായോയും എലിസെന്റയും വൃദ്ധനെ കാണാൻ വേണ്ടി വരുന്ന ആളുകളിൽ നിന്ന് പണം വാങ്ങാനും അതുവഴി സാമ്പത്തിക ലാഭം കൊയ്യുവാനും തുടങ്ങി. They became rich from the money earned and built a new house. അവർക്ക് കിട്ടിയ വരുമാനത്തിലൂടെ അവർ ധനികരാകുകയും പുതിയൊരു വീട് പണിയുകയും ചെയ്തു. Meanwhile, the old man continued to live in a chicken coop, treated badly by people, especially children. ആ സമയത്തൊക്കെ ആ വൃദ്ധനായ മനുഷ്യൻ കോഴിക്കൂട്ടിൽ ദുരിതത്തിൽ കഴിയുകയായിരുന്നു. പ്രത്യേകിച്ചും കുട്ടികളാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം ദ്രോഹിച്ചിരുന്നത്.
A new spectacle, a spider woman who had been changed into a spider by a burst of thunder and lightning, soon replaced the old man's popularity. ഇടിമിന്നലിൽ അകപ്പെട്ട് ചിലന്തിയായി മാറിപ്പോയ ഒരു സ്ത്രീയുടെ വരവോടെ ആ വലിയ ചിറകുകളുള്ള വൃദ്ധനായ മനുഷ്യന്റെ ജനപ്രിയത കുറയാൻ തുടങ്ങി. എല്ലാവരും ആ സ്ത്രീയെ കാണാൻ പോകാൻ തുടങ്ങി. People lost interest in the angel-like man and stopped visiting him. ആളുകൾക്ക് ആ വൃദ്ധനോടുള്ള താല്പര്യം കുറഞ്ഞു. അദ്ദേഹത്തെ കാണാൻ ആരും വരാതെയായി. Seasons changed and years passed. The old man became weaker and ill. കാലാവസ്ഥകൾ മാറി വർഷങ്ങൾ കഴിഞ്ഞു. ആ പഴയ മനുഷ്യൻ കൂടുതൽ ദുർബലനായി ഒരു രോഗിയായി തീർന്നുകൊണ്ടിരുന്നു. One day he finally gained the strength to fly again. ഒരു ദിവസം അദ്ദേഹം വീണ്ടും പറക്കാനുള്ള ശക്തി കണ്ടെത്തി. Elisenda watched silently as he flew off to the horizon and disappeared from their lives. ആ വൃദ്ധൻ ആകാശത്തിലേക്ക് പറന്നു പോകുന്നതും അവരുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതും എലിസണ്ട ശാന്തമായി നോക്കിക്കൊണ്ടു നിന്നു. The story explores themes such as human cruelty, faith, greed and indifference towards miracles. ഈ കഥ മനുഷ്യരുടെ ക്രൂരത, വിശ്വാസം, ലാഭേച്ഛ, അത്ഭുതങ്ങളോടുള്ള അവഗണന തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. It tells how people treat the unusual or the divine when it doesn't meet their expectations. അസാധാരണമായതോ അത്ഭുതകരമായതോ ദിവ്യമായതോ എന്തായാലും അത് ആളുകളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നില്ലെങ്കിൽ മനുഷ്യർ എങ്ങനെ പെരുമാറുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. The old man who may be an angel is mistreated despite his miraculous presence. ദൈവദൂതനായി കരുതപ്പെടുന്ന വലിയ ചിറകുകളുള്ള ആ വൃദ്ധന്റെ അത്ഭുതകരമായ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. This reflects human nature, how people often exploit others for personal gains. ഇത് മനുഷ്യ സ്വഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ആളുകൾ എങ്ങനെ മറ്റുള്ളവരെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ഇത് കാണിച്ചു തരുന്നു. Through magical realism, the author shows the mixture of the real and the magical, and how society fails to appreciate true miracles. മാജിക്കൽ റിയലിസം വഴി എഴുത്തുകാരൻ യാഥാർത്ഥ്യവും മാന്ത്രികതയും എങ്ങനെ ചേർന്നു നിലകൊള്ളുന്നു എന്നതും സത്യമായ അത്ഭുതങ്ങളെ സമൂഹം എങ്ങനെ അവഗണിക്കുന്നു എന്നതും കാണിച്ചു തരുന്നു. The ending suggests freedom and hope as the old man finally escapes the cruel world. കഥയുടെ അവസാനം സ്വാതന്ത്ര്യവും പ്രത്യാശയും സൂചിപ്പിക്കുന്നു. ആ പഴയ മനുഷ്യൻ ഒടുവിൽ ക്രൂരമായ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നു. My dear friends, that's all for today's class. If you enjoy my classes, don't forget to like, subscribe and share. Press the bell icon to get more notifications of my upcoming videos. Thank you. Have a wonderful day.